നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ ജീവിതവും അവർ ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളും തുടർക്കഥയാവുകയാണ്. കൊട്ടിയത്തെ റംസി മുതൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പന്തീരങ്കാവിലെ പെൺകുട്ടി വരെ അനുഭവിച്ച പീഡനങ്ങൾ കേട്ട് മലയാളിക്ക് ഇന്ന് സ്ത്രീധന പീഡനം ഒരു വാർത്തയെ അല്ലാതാകുന്നു എന്നതാണ് സത്യം. ഇവിടെ പന്തീരങ്കാവിലെ പെൺകുട്ടി ഏൽക്കേണ്ടി വന്ന ദുരിതങ്ങളോടൊപ്പം അങ്ങ് ഡൽഹിയിലും ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട കഥയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആം ആദ്മി പാർട്ടി MP സ്വാതി മാലിവാൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറിക്കെതിരെ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കെജ്രിവാളിന്റെ PA വിഭവ് കുമാർ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് തന്നെ ക്രൂരമായി മർദ്ദിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തെന്നും കരഞ്ഞു വിളിച്ചിട്ടും ആരും രക്ഷിക്കാനെത്തിയില്ലെന്നുമാണ് സ്വാതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള FIR-ൽ പറയുന്നത്. FIR-ൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. മെയ് 13-ന് സിവിൽ ലൈൻസിലുള്ള വസതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കെജ്രിവാളിന്റെ ക്യാമ്പ് ഓഫീസിൽ സ്വാതി എത്തി. അവിടെ വെച്ച് വിഭവ് കുമാറിനെ കോൾ ചെയ്തും മെസ്സേജ് അയച്ചും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പിന്നീട് മുഖ്യമന്ത്രിയെ കാത്ത അവിടുത്തെ സ്വീകരണ മുറിയിൽ സ്വാതി ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അങ്ങോട്ട് കടന്നു വന്ന കുമാർ സ്വാതിയെ യാതൊരു പ്രകോപനവുമില്ലാതെ വഴക്കു പറയുകയും അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്തത്. FIR-ൽ പറയുന്ന മറ്റു വിവരങ്ങൾ ഇങ്ങനെയാണ്. സ്വാതി കെജ്രിവാളിന്റെ വസതിയിലെത്തുമ്പോൾ അവിടെ കുമാർ ഇല്ലായിരുന്നു. സാധാരണ വരുന്നത് പോലെ പ്രധാന വാതിൽ കടന്നാണ് സ്വാതി വീടിനുള്ളിൽ പ്രവേശിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരോട് തനിക്ക് മുഖ്യമന്ത്രിയെ കാണണമെന്ന ആവശ്യം അറിയിച്ചു. ആ സമയം കെജ്രിവാൾ വസതിയിലുണ്ട്. സ്വാതിക്ക് കാത്തിരിക്കാനുള്ള നിർദ്ദേശം കിട്ടി. കുറച്ചു സമയം കഴിഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് മുഖ്യമന്ത്രി ഉടൻ തന്നെ അവരെ കാണാനെത്തുമെന്ന കാര്യം അറിയിച്ചു. പെട്ടെന്നാണ് കുമാർ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അയാൾ പ്രകോപനമൊന്നും കൂടാതെ ശകാരം തുടങ്ങുകയും അസഭ്യം പറയുകയും ചെയ്തു. 7 or 8 തവണ എന്നെ തല്ലി, നെഞ്ചിലും വയറിലും അടിവയറ്റിലും ചവിട്ടി. രക്ഷപ്പെടാൻ വേണ്ടി ഞാനവിടെ കിടന്ന് അലറി വിളിച്ചു. ആരും തന്നെ വന്നില്ല. അയാൾ എന്നെ ആഞ്ഞടിച്ചു, ക്രൂരമായി വലിച്ചിഴച്ചു. മനഃപൂർവ്വം ഞാൻ ധരിച്ചിരുന്ന ഷർട്ട് മുകളിലേക്ക് വലിച്ചു കയറ്റി. എന്റെ തല മേശയിൽ ചെന്നടിച്ചു. അയാൾ എന്റെ നെഞ്ചിലും വയറിലും അടിവയറ്റിലും ശക്തിയായി തുഴച്ചു. എനിക്ക് ആർത്തവ സമയമാണെന്ന് പറഞ്ഞു. എന്നിട്ടും അയാൾ എന്നെ വീണ്ടും മുഴുവൻ ശക്തിയുമെടുത്ത് മർദ്ദിക്കുകയായിരുന്നു. വ്യാഴാഴ്ചയാണ് പോലീസ് സ്വാതിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. സ്വാതി പറയുന്ന മറ്റൊരു പരാതി താൻ പോലീസിൽ വിളിച്ചു പറഞ്ഞതിന് പിന്നാലെ കുമാർ വീണ്ടും തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ്. പോലീസിൽ അറിയിച്ചതിനുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നായിരുന്നു ഭീഷണി. പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറായ 112-ലേക്കാണ് കുമാറിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടയുടനെ സ്വാതി വിളിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കൂട്ടി തിരിച്ചു വന്നപ്പോഴേക്കും കുമാർ മുറിവിട്ട് പോയിരുന്നുവെന്നും കുമാറിന്റെ നിർദ്ദേശം അനുസരിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നോട് അവിടെ നിന്നും പോകാൻ ആവശ്യപ്പെട്ടുവെന്നും സ്വാതിയുടെ മൊഴിയിൽ പറയുന്നു. കെജ്രിവാളിന്റെ വസതിയിൽ നിന്നും സ്വാതി ആദ്യം പോയത് സിവിൽ ലൈൻസിലുള്ള അവരുടെ പഴയ വീട്ടിലേക്കാണ്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരിൽ ചിലരും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. നിലവിൽ താമസിക്കുന്ന വീട്ടിലേക്ക് പോകാൻ പോലീസുകാർ ഓട്ടോ വിളിച്ചുവെങ്കിലും സിവിൽ ലൈൻസ് പോലീസ് സ്റ്റേഷനിലേക്കാണ് സ്വാതി പോയത്. അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ കണ്ട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. എങ്കിലും മർദ്ദനത്തിന്റെ വേദനയുള്ളതിനാൽ പരാതി എഴുതി നൽകാൻ നിൽക്കാതെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നുവെന്നും FIR-ൽ പറയുന്നു. വിഭവ് കുമാറിനെതിരെ പോലീസ് കേസ് ചുമത്തിയിട്ടുണ്ട്. IPC 354, 506, 509, 323 വകുപ്പുകളാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. വ്യാഴാഴ്ച രാത്രി സ്വാതിയെ എയിംസിൽ പ്രവേശിപ്പിച്ച മെഡിക്കൽ പരിശോധനകൾ നടത്തിയിരുന്നു. വെള്ളിയാഴ്ച സ്വാതിയെ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി 164 മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിലെ CCTV ദൃശ്യങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ സ്ത്രീ പീഡന കേസുകളും മാധ്യമങ്ങളിൽ നിറയുകയും വൻ വാർത്തകളാവുകയും ചെയ്യുമെങ്കിലും പോകെ ഇത് എല്ലാവരുടെയും മനസ്സിൽ നിന്നും മറയുകയും നീതി ലഭിക്കാതെ വരികയും ചെയ്യുന്ന കാഴ്ച നമ്മളെ കുറച്ചൊന്നുമല്ല വേദനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.